അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ ഇന്ന് ബീച്ചിലേക്ക് പോയിട്ടുള്ള ഒരു വലിയൊരു സംഭവമായിട്ടുള്ള നോമ്പുതരാണ്. കോഴിക്കോടുള്ള ഒരുവിധ സ്പെഷ്യലൊക്കെ ഉണ്ടാവും. കാരണം മുത്തൂസിന്റെ കുടുംബക്കാരെല്ലാവരും ഓരോരുത്തരും ഓരോ വിഭവങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ട് വരുന്ന വലിയൊരു നോമ്പുതരാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ച അതാണ്. മുത്തൂസ് ഫ്രൂട്ട്സും പിന്നെ എന്തൊക്കെ ഏറ്റെടുത്തേക്കണായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സ് ഇക്കാന്റെ വകയല്ല, അപ്പൊ ഇക്കാനെ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇതിനെ കൊണ്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അതാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് വണ്ടൂരാണ്. വണ്ടൂരിൽ നമ്മള് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സാധനം ഉണ്ടാക്കണ മുത്തൂസിന്റെ പണിയിലാണ്. എന്റെ ഇടയ്ക്ക് എനിക്ക് വീട് തരാൻ വേണ്ടി വന്നതാണ്. പണിയിലാണ്. അപ്പൊ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 3 മണിയാകുമ്പോഴത്തേനും നമ്മൾ ഇവിടുന്ന് പോകും കേട്ടല്ലേ. മുത്തൂസ് പോയി പണിയെടുത്തോ. എന്തായി കഴിഞ്ഞ അത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടോ? കൊള്ളൂല പെട്രാല്. നിങ്ങൾ വത്തക്ക മാത്രം ഒരു ട്രേല് കൊള്ളി നിറച്ച് വെച്ചിക്ക. ആ ഒക്കെ കുറച്ചേച്ച ഇട്ടാ മതിയേ. എടുപ്പോ വത്തക്ക ഇട്ടപ്പോഴത്തേക്ക് ട്രേ നിറഞ്ഞു. ആദ്യം ഒരു ട്രേ ഉള്ള ഡിസൈൻ ചെയ്യാന്ന് പറയുമ്പോ അത് കലാവാസനൊക്കെ ഉള്ളവർക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇന്നലെ ഡിസൈൻ ചെയ്തത് ഞാനേനോ. ഡിസൈൻ ചെയ്ത് എന്തായിരുന്നു? നല്ല ഡ്രസ്സില്ലേനാ. ഞാൻ കണ്ടിട്ട് ഡിസൈൻ ചെയ്തു. മറ്റേലും അതേപോലെ ചെയ്യണേ. അപ്പം അതിലേക്കുള്ള ഓറഞ്ചും മാറ്റി വെക്കണ്ടേ. വേണ്ടെന്നാ അങ്ങനെ ചെയ്യണ്ട. രണ്ടിലും 2 തട്ട് ഓരോ ഭാഗത്ത് വെച്ചെടുക്കാനാണേ. ആ എൻ്റെ ഇറാനി പോള ഇവിടെ റെഡി ആയിക്കണം. ഇനി ഉന്നക്കായ ദമ്മ ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഇത് ചിക്കൻ റോള് അല്ലേ. പിന്നെ പാൽ ചായ ഉണ്ടാക്കിക്കണ കുറച്ചൊരു ഫ്ലാസ്കൊക്കെയുള്ള. പിന്നെ വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാണ്ട്. വെള്ളം സാധനങ്ങളൊക്കെ ബാക്കിയുള്ളതൊക്കെ ഓല അവിടുന്ന് കൊണ്ടുവരും അല്ലേ. റെഡിയാലോ കഴിഞ്ഞോ? ആ അപ്പൊ ഞങ്ങൾ ഇനി പോവാണ്. ഒന്ന് കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ടാണ് പരിപാടികളൊക്കെ. നല്ല നീല പർപ്പിൾ എന്നുവെച്ചാല് എന്താണ് മറ്റേ സാധനം എന്താണ്? ഫ്രൂട്ടല്ലോ. ബ്ലൂബെറിന്റെ കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് എന്റെ കുട്ടി വാച്ച് ഇട്ടിട്ടുണ്ടോ? ആ കണ്ടോളിട്ട് നിങ്ങള്. ആ സമയം എത്ര ആയിക്കോട്ടോ അൻ്റെലോ? ആ ഓൻ്റെ സമയം എത്ര ആയിക്കോട്ടോ? രണ്ടാളതിലൊരു സമയക്കും അല്ലേ? ഓനിൽ വരണ 20 തന്നെ. നല്ല രസമുണ്ട്. മുത്തൂസിനെ കാണാൻ നല്ല രസമല്ലേ? ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട്. എന്നാ പോവാ. സാധനങ്ങളൊക്കെ കയറ്റണം, പോണം. എന്താ സാധനങ്ങളൊക്കെ എടുത്ത് വന്നേക്കണം. പ്ലേറ്റും സാധനങ്ങളും, ചായ, വെള്ളം, പായ്. ആ എൻ്റെ കുട്ടി മാറ്റിക്കോട്ടോ. പാത്രമുള്ളൂ. എന്താണ് ഫ്രൂട്ട്സ് പിടിച്ചില്ലാക്കാരല്ലേ? ആ വേഗം കൊണ്ടുവന്നിട്ട് കുട്ടി പോവാൻ നേരം വെക്കിക്കണോ? അങ്ങനെ സാധനങ്ങളൊക്കെ സെറ്റാക്കി. ഫ്രൂട്ട്സ്, മറ്റേ മുത്തൂസിൻ്റെ ഒരു വെറൈറ്റി, പിന്നെ അമ്മ ഉണ്ടാക്കിയ സാധനങ്ങൾ എല്ലാം കൂടിയും ഡിക്കിലായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വിൽക്കാതെ നോക്കിയാൽ മതി അല്ലേ മുത്തൂസ്? നമ്മളിഞ്ഞ് നേരെ കോഴിക്കോട് ബീച്ച്. അപ്പത്തേക്ക് പോലെ എല്ലാവരും അവിടേക്ക് എത്തും. സമയമാകുമ്പോഴത്തേക്ക് ഇനി ബ്ലോക്കൊന്നും ഇല്ലാണ്ട് നിന്നാൽ മതി അല്ലേ? അതിന് ഒരുപാട് നേരം വൈകിക്കണം.
അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിട്ടോ. കോഴിക്കോട് ബീച്ചിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് കോഴിക്കോട് തന്നെ ബട്ടറോഡ് ബീച്ച് ഉണ്ട്, അങ്ങോട്ടാണ് വന്നത്. ഇവിടെയും നല്ല തിരക്ക് തന്നെയാണ്. നമ്മൾ എത്തിയേക്കിന് 6 ഒന്നാമത്തെ റോട്ടിൽ ബ്ലോക്ക്. കോഴിക്കോട് ബീച്ചിൻ്റെ തല മുതൽ ഈ തല വരെ ബ്ലോക്കാണ്. ഒന്ന് വണ്ടി വരാനുള്ള ഒരു ഗ്യാപ്പും കൂടി ഇല്ല. പിന്നെ നമ്മൾ മാത്രമൊന്നുമല്ല കേട്ടോ, കോഴിക്കോട് ബീച്ച് മുതൽ ബട്ടറോഡ് ബീച്ച് വരെ ഈ കണ്ട ജനങ്ങൾ ഫുള്ള് ബീച്ചിൽ വന്ന് നോമ്പറക്കാൻ വേണ്ടി വന്നവരാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അങ്ങനെ നോമ്പറക്കാണ്ട് വന്നാണ്. നമ്മൾ ഏകദേശം സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. കോഴിക്കോട് വിഭവങ്ങളുടെ നാടാണെന്ന് പറഞ്ഞിട്ടില്ലേ, അതിലുള്ള ഏകദേശം വിഭവങ്ങളെല്ലാം ഉണ്ട്. മുത്തൂസിൻ്റെ കുടുംബക്കാരെല്ലാവരും കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോടുള്ള ഏകദേശം വിഭവങ്ങളൊക്കെ ഓരോരുത്തർ ഏറ്റെടുത്തിട്ട് അങ്ങനെ ഉണ്ടായിക്കൊണ്ടുവന്നതാണ്. എല്ലാ വിഭവങ്ങളും ഉണ്ട്. പുന്നക്കായ, ഇറച്ചിക്കേക്ക്, ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞിട്ട് തരിപ്പോള അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള ഒരു വിധമുള്ള എല്ലാ ഐറ്റംസും അടങ്ങിയിട്ടുള്ള ഒരു വലിയൊരു നോമ്പ് തുറയാണ്. അങ്ങനെ അൽഹംദുലില്ലാഹ് ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്ത പിന്നെ അറിയാലോ, പിന്നെ നോട്ടൊന്നുമില്ല, പിന്നെ അങ്ങനെ തട്ടൽ മാത്രം. മുത്തൂസിന്റെ നോമ്പുതറ മാത്രം കഴിയാത്ത, ബാക്കിയുള്ള എല്ലാവരും കഴിഞ്ഞു. ചിന്തി കളിക്ക തളച്ച ചായന്റെ മേത്ത് കൂടെ വെച്ചത് പകരം വീട്ടാനല്ല, ഞാൻ കഴിയുന്ന സ്ലിപ്പായതാണത്. വളരെ പകരം വീട്ടാൻ വേണ്ടി വെച്ചാണെന്ന്. തളച്ച ചായ മേത്ത് കൂടെ വരുമ്പോ എന്താ കാട്ടുക? നോമ്പുതറ കഴിഞ്ഞേക്കിന് തന്നെ ഓല് കളിച്ചാൻ വേണ്ടി ഇറങ്ങി. നല്ല മണലല്ലേ, വണ്ടി കളിച്ചാലും തലകുത്തി മറിച്ചിലും തുടങ്ങിയിട്ടുള്ള കളികൾ ഓല് തുടങ്ങി. അങ്ങനെ വന്നേക്കിന് ഇതാ ഒട്ടകം നിൽക്കണം. ഒട്ടകപ്പുറത്ത് കയറിയിട്ടുള്ള നല്ല സവാരിയും പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. മുത്തൂസിനെ നോമ്പ് പറഞ്ഞേക്കിന് അവൾക്ക് ഇഞ്ഞ് ഐശ്വര്യയും ഒപ്പിലിട്ടത് എന്തൊക്കെയാ വേണ്ടെന്ന് അറിയില്ല. മുത്തൂസ് എന്നെ വിളിക്കണേ, എന്തൊക്കെയാ എനിക്ക് വേണ്ടതെന്ന്. ആ നോമ്പ് ഇറക്കുമ്പോ ഏറ്റവും അവസാനം നീച്ചത് ഓളാണ്. എന്നിട്ടൊക്കെ പോരാ, എന്നിട്ടൊക്കെ ഐശ്വര്യം വേണമെന്ന്. എല്ലാവർക്കും ഉണ്ടാവും മുത്തൂസിന്റെ അവസ്ഥ അറിയാനേ കണ്ടില്ല. 2 എണ്ണം എടുത്തൊക്കെ തിന്നണേ. ആ അങ്ങനെ തന്നെയാണ് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ പറയാം. കുട്ടിൻ്റെതും പിന്നെ ഒന്ന് മധുരമുള്ള ഒന്ന് എരിവുള്ള ഒന്ന് മിക്സഡൊക്കെ മേടിക്കും കുട്ടികൾക്ക്. എന്നിട്ട് എന്താക്കും, എല്ലാം അവസാനം 900 തിന്നും. ഇതന്നെ എല്ലാവർക്കും നടക്കുന്നത് കണ്ടോ. നോമ്പുതന്റെ പൂജയൊക്കെ സങ്കടാവൂലേ? എന്നാ ഒരു 7:30 മണിയായിക്കിന് മഴ തുടങ്ങിട്ടോ. അതിങ്ങനെ ചെറുതായിട്ട് ചാരിട്ടൊരു ചാരി. ഇപ്പൊ പെയ്യും മഴ കേറിയതിന്റെ കണക്ക്. എനിക്ക് മനസ്സിലായി മഴന്ന് പറഞ്ഞാ പോരാ, ചില്ലറ മഴ. ഭയങ്കര മഴ അറിയുമ്പോ ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ. ബീച്ചിൽ ഒരു കുറച്ചേരം ഇരുന്നിട്ട് അന്താക്ഷരിയൊക്കെ കളിക്കണായിരുന്നു മുത്തോസ്. അന്താക്ഷരി പോയിട്ട് മുണ്ടാളെ സമയം കിട്ടിയില്ല. ഭയങ്കര മഴ. മഴന്ന് പറഞ്ഞ പോലെ മുന്നേക്ക് കാണാനും കൂടി ഇല്ലാച്ചാതി മഴ. എന്താ മഴയാണെന്ന് അറിയല്ലേ ധാനിയോ? സംഗതി നോമ്പുറൊക്കെ കഴിഞ്ഞിട്ടാണ് മഴ പെയ്ത്, അതുകൊണ്ട് കഴിച്ചില്ലായിട്ടോ. അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് മഴ തിന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കി. മുത്തൂസിന് നോടാൻ വേണ്ടി വെക്കൂല. അവിടുന്ന് പോകുന്നതാ ഇവിടെ എത്തിയേക്കിന് ഓൾക്ക് ഐസ് വേണമെന്ന്. ഓനെ അവിടുന്ന് തന്നെ പറയാൻ തുടങ്ങിക്കൂടെ ഐസ്ക്രീം വേണമെന്നുള്ളത്. നല്ല മാംഗോ ബാർ എല്ലാം അടി കിട്ടിയിരിക്കണം തന്നെ. ഐസ്ക്രീം കിട്ടിയുണ്ട് ഒരു വർഷം. പിന്നെ ഫുള്ളായിട്ട് കൊളിച്ചിട്ട് നോക്കുമ്പോ ആ പാക്കറ്റിന് കിട്ടില്ല. എന്റെ കുട്ടി അയച്ചങ്ങനെ കിട്ടില്ല. പിന്നെ അവസാനം വലിച്ചെടുത്തേക്ക് എന്റെ കുട്ടി കിട്ടിയെന്ന് പറഞ്ഞത്. അമ്മച്ചക്ക് ഒന്നും അറിയില്ല അല്ലേ? അതുപോലെ തിന്നണം. ഞാൻ കണ്ടോ, ഞാൻ പൊളിച്ചിട്ടും കൂടി ഇല്ല. ഓല് തിന്നണ ഞാൻ വീഡിയോ എടുക്കുക.